ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ചോര വീഴ്ത്തണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞാൻ വരാം. പേടിക്കണ്ട, നമുക്ക് തമ്മിലൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഞാനൊരു വണ്ടി അയച്ചിട്ടുണ്ട്, അവരുടെ കൂടെ ഒന്ന് ഇവിടെ വരെ വരണം. ഞാനെന്തിനാ നിങ്ങളെ കാണാൻ വരുന്നേ? ആളുകൾക്ക് മറവി വല്ലാതെ കൂടുന്ന കാലമാ. ജാമ്യം കിട്ടിക്കഴിഞ്ഞ് അനുഭവമുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിച്ചുറപ്പിക്കാനുണ്ട്. അതുകൊണ്ടാ അവരുടെ കൂടെ ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞത്. പേടിക്കണ്ട, കൊണ്ടുവന്നതുപോലെ സച്ചി അവര് തിരിച്ചു കൊണ്ടുവിടും. പിന്നെ അവരോട് എതിർക്കാനോ ഈ വിവരം പോലീസിൽ അറിയിക്കാനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ശ്രമിച്ച നിന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ ആളുകളുടെ കയ്യില് നല്ല ഒന്നാം തരം ടൂൾസ് ഉണ്ട്. കത്തിയും തോക്കും എല്ലാം. അവര് നിന്റെ ഭാര്യയെയും പിന്നെ അവിടെയുള്ള എല്ലാവരെയും വെട്ടിയരിയും. അതുകൊണ്ട് ഓവർ സ്മാർട്ടാവാൻ ശ്രമിക്കരുത്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് തന്നെ ഉപദ്രവിക്കണമെന്നുമില്ല. നമ്മുടെ ഡീൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണം, അത്രേ ഉള്ളൂ. അതിന് താൻ ഒന്നിവിടം വരെ വരണം. പെട്ടെന്ന് പോവാം, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ കൂടെ വണ്ടി കയറി ഇങ്ങോട്ട് പോരെ. ആ, ഞാൻ നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വന്നേ പറ്റൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അണ്ണൻ പറഞ്ഞല്ലോ അല്ലേ? എന്നാ പോവാം. എങ്ങോട്ട് പോവാൻ? നിങ്ങളുടെ കൂടെ സച്ചേട്ടൻ എവിടേക്കും വരുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. അണ്ണൻ ഇയാളോട് എന്തോ സംസാരിക്കാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ടുവിടാം. അങ്ങനല്ലേ സച്ചി സാറേ പറഞ്ഞത്? അതെ, മധുവിന് എന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. എന്നാ ഞാനും വരാം. സച്ചേട്ടനെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. അയ്യോ, പെങ്ങളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വാ സാറേ. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞങ്ങള് പോലീസിനെ അറിയിക്കും. അയ്യോ, അത് വേണ്ട. പോലീസിനെ ഞങ്ങൾക്ക് അലർജിയാ. സംസാരിക്കാനുള്ളത് നേരിട്ട് സംസാരിക്കാന്നതാ അണ്ണന്റെ ഒരു ശീലം. സച്ചേട്ടാ. അതെ, ഇനി നിന്നാ സമയം ലേറ്റ് ആവും. വാ സാറേ, നമുക്ക് പോയിട്ട് വരാം. സച്ചേട്ടാ. അർച്ചന, താൻ പേടിക്കണ്ട. സച്ചേട്ടാ, ഞാൻ കൂടി വരാം. അതെ, എല്ലാവരും കൂടെ കൊണ്ടുപോവാനേ. ഇത് ഫാമിലി ടൂറൊന്നുമല്ല. അണ്ണന് സംസാരിക്കാനാ, അതും ഒറ്റയ്ക്ക്. സച്ചേട്ടാ. ഇവിടെ ചോര വീഴ്ത്തണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞാൻ വരാം. സച്ചേട്ടാ. താൻ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. പോവാം. കൊള്ളാം, നല്ല ധൈര്യം. ചാൾസ് ശോഭരാജിന് പോലും ഇത്ര ധൈര്യം ഉണ്ടായിട്ടില്ല. പോവാ സാറാ, പോ. വാ. സച്ചേട്ടാ.
കൃഷ്ണഭദ്ര സാർ ആളും എടുക്കുന്ന നല്ല ഒന്നാം തരം വക്കീല്. 2 കേസിൽ പുള്ളി എനിക്ക് പണി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ എനിക്ക് വാക്ക് തന്നതാ. നിന്റെ ഭാര്യയുടെയും കൃഷ്ണഭദ്ര സാറിന്റെയും ഉപദേശം കാരണം നീ അത് തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേണമെങ്കിൽ എനിക്കും എന്റെ ആളുകൾക്കും നിന്റെ വീട്ടിലേക്ക് കയറി വരാമായിരുന്നു. ഞാനത് ഒഴിവാക്കിയതാ. ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നാ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല രീതികളും സംസാരവും ഒന്നും. ഒരു നല്ല കുടുംബമാണ് നിങ്ങളുടേത്. അത് വെറുതെ ചീത്തയാക്കണ്ട. ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. എന്നിട്ട് സച്ചി തിരിച്ചു വയ്ക്കോ. ഇവര് തന്നെ നിന്നെ അവിടെ കൊണ്ടുവിടും. ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത്? അനുവേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുതരാന്ന് പറയാനാണോ? അങ്ങനെയല്ലേ സച്ചി എനിക്ക് വാക്ക് തന്നത്. വാക്ക് പറഞ്ഞാ അത് തെറ്റിക്കാൻ പാടുണ്ടോ സച്ചി? ആ സമയത്ത് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ശരിയാണ്. ഗർഭിണിയായി എന്റെ ഭാര്യയും കുഞ്ഞിനെയും മുൻനിർത്തി എന്നെ ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്ത് പറയണം? ആ സമയത്ത് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്തും പറയില്ലേ? ഞാൻ പറഞ്ഞതും അങ്ങനെ കരുതിയാ മതി. എന്നുവച്ചാ നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് അനുവേട്ടനെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റില്ല. അണ്ണനോട് ഇതിൽ പറയുന്നോടാ വേണ്ട നീ.